Which of the following is a contraindication of doing a wireless capsule endoscopy? Small bubble stricture. ഇതാണ് വയർലെസ് ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി യൂസ് ചെയ്യാനുള്ള കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. സ്മോൾ ബബൽ സ്ട്രിക്ചറാണ് ഈസ് എ കോൺട്രാഇൻഡിക്കേഷൻ ഫോർ വയർലെസ് ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി. സ്ട്രിക്ചർ എന്ന് പറയുന്നത് ബബൽ ലൂമൻ നാരോയിങ്ങിനെയാണ് പറയുന്നത്. Capsule, if a capsule is swallowed, അത് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ നാരോഡ് സെഗ്മെൻറ്റ് സ്വാലോ ചെയ്യുകയാണെങ്കിൽ, സ്ട്രിക്ചർ എന്ന് പറയുന്നത് നാരോയിങ് ആണല്ലോ. ക്യാപ്സ്യൂൾ ഈസ് സ്വാലോഡ്, ഇറ്റ് മേ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ നാരോഡ് സെഗ്മെൻറ്റ്. ഇത് ലീഡ് ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് ബവൽ ഒബ്സ്ട്രക്ഷൻ വിത്ത് സർജിക്കൽ റിമൂവൽ, എസ്പെഷ്യലി ഇൻ പേഷ്യൻസ് വിത്ത് സസ്പെക്ട് സ്ട്രിക്ചേഴ്സ്. എ പേറ്റൻസി ക്യാപ്സ്യൂൾ മേ ബി യൂസ്ഡ് ടു അസസ് ട്രാൻസിറ്റ്. ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു വയർലെസ് സ്വാലോവബിൾ ക്യാപ്സ്യൂളാണ്. സൈസ് ഓഫ് എ ലാർജ് പില്ല് വിത്ത് ഒരു മിനിയേച്ചർ ക്യാമറയുണ്ട്, ലൈറ്റ് സോഴ്സ്, ട്രാൻസ്മിറ്റർ ആൻഡ് ബാറ്ററി. പേഷ്യൻ്റ് അത് സ്വാലോ ചെയ്യും, വിഴുങ്ങും. ട്രാവൽസ് നാച്ചുറലി ത്രൂ GI ട്രാക്ട് ആൻഡ് ക്യാപ്ചേഴ്സ്. 50,000 തൊട്ട് 1,00,000 ഇമേജസ് ക്യാപ്ചർ ചെയ്യും. ഇമേജസ് ആർ ട്രാൻസ്മിറ്റഡ് വയർലെസ്ലി ടു എ റെക്കോർഡഡ് ഓൺ ദ പേഷ്യൻസ് വേസ്റ്റ്, എന്നിട്ട് ലേറ്റർ റിവ്യൂഡ് ബൈ ദ ഫിസിഷ്യൻ. ഇൻഡിക്കേഷൻ ഒബ്സ്ക്യൂർ GI ബ്ലീഡിങ്. മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് GI ബ്ലീഡിങ്, ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈൻ ബ്ലീഡിങ്, സ്മോൾ ബവൽ, ക്രോൺസ് ഡിസീസിലെ മ്യൂക്കോസൽ ഇൻവോൾവ്മെൻറ്റ് വാല്യുവേഷൻ്റെ അകത്ത്, അതുപോലെ തന്നെ സെലിയാക് ഡിസീസ് ഡയഗ്നോസിസ് ആൻഡ് കോംപ്ലിക്കേഷൻ ലൈക്ക് ലിംഫോമ, സ്മോൾ ബവൽ ട്യൂമർ ഓവർ പോളിപ്പ്, സർവേലൻസ് ഇൻ പോളിപ്പോസിസ് സിൻഡ്രോം. കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? നോൺ ഓർ സസ്പെക്റ്റഡ് സ്മോൾ ബവൽ സ്ട്രിക്ചേഴ്സ് ഓർ ഒബ്സ്ട്രക്ഷൻസ്. ക്യാപ്സ്യൂൾ ചില സമയം ഗെറ്റ് സ്റ്റക്ക്, ടെൻഷൻ റിസ്ക്, സ്ട്രിക്ചേഴ്സ് ഓർ ഒബ്സ്ട്രക്ഷൻ. അതുപോലെ തന്നെ സിവിയർ സ്വാലോയിങ് ഡിസോർഡേഴ്സിൽ, കാർഡിയാക് പേസ് മേക്കേഴ്സിൽ, ഇംപ്ലാന്റ്. ഇവിടെ കറിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷനാണ് കാർഡിയാക് പേസ് മേക്കർ ഇംപ്ലാന്റ്. ന്യൂവർ ഡിവൈസ് ആർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ്, പെയിൻലെസ്, സെഡേഷനൊന്നും ആവശ്യമില്ല, പ്രൊവൈഡ്സ് ഫുൾ മ്യൂക്കോസൽ വിഷ്വലൈസേഷൻ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈന് വിത്ത് സ്റ്റാൻഡേർഡ് എൻഡോസ്കോപ്പി കനോട്ട്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബയോപ്സി ഒന്നും എടുക്കാൻ പറ്റില്ല, ഒരു തെറാപ്പി ഡയഗ്നോസ്റ്റിക് ഉള്ളി. കനോട്ട് പെർഫോം ബയോപ്സി തെറാപ്പി ഡയഗ്നോസ്റ്റിക് ഉള്ളി. എസ്പെഷ്യലി റിസ്ക് ഓഫ് ക്യാപ്സ്യൂൾ റിട്ടൻഷൻ ഉണ്ടാവും, എസ്പെഷ്യലി ക്രോൺ സ്ട്രിക്ചേഴ്സ്, ട്യൂമർ. ബാറ്ററി ലൈഫ് ലിമിറ്റ് 8 hours ഉള്ളൂ. അൾട്രാഷോട്ട് എക്സാം റീകോൾ. ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി ഒരു സ്വാലോവബിൾ ക്യാമറയാണ്, ബെസ്റ്റ് ഫോർ സ്മോൾ ബബിൾ ഡിസീസിൽ, അതുപോലെ ബ്ലീഡിങ്ങിലോ, ക്രോൺസിലെ സീലിയാക് ട്യൂമറിലോ, കോൺട്രാ ഇൻഡിക്കേഷൻ സ്ട്രിക്ചർ ഒബ്സ്ട്രക്ഷൻസ്. ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി ഉണ്ട്, കൺവെൻഷണൽ എൻഡോസ്കോപ്പി ഉണ്ട്, കൊളോണോസ്കോപ്പി, എൻഡറോസ്കോപ്പി ഉണ്ട്. ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി നമ്മൾ പറഞ്ഞു സ്വാലോഡ് ക്യാപ്സ്യൂളാണ്. കൺവെൻഷണൽ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പ് വയ മൗത്ത് ഓർ റെക്റ്റത്തിലൂടെയാണ് കൺവെൻഷണൽ എൻഡോസ്കോപ്പി. ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി വിഴുങ്ങിയിട്ടാണെങ്കിൽ കൺവെൻഷണൽ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി വയ മൗത്ത് ഓർ റെക്റ്റം. എൻഡറോസ്കോപ്പി എന്ന് പറയുന്നത് സ്കോപ്പ് അഡ്വാൻസ്ഡ് ഇൻ ടു ദ സ്മോൾ ബവൽ. ഏരിയ സീൻ എന്ന് പറയുന്നത് സ്മോൾ ബവൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പിയിൽ, കൺവെൻഷണൽ എൻഡോസ്കോപ്പിയിലോ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പിയിലോ അപ്പർ GI, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഡിയോഡിനം, കൊളോൺ, സ്മോൾ. പിന്നെ എൻഡറോസ്കോപ്പിയിൽ സ്മോൾ ബവൽ ഡീപ്പിൽ. ബയോപ്സി തെറാപ്പി ഒന്നും പറ്റത്തില്ല, പക്ഷേ കൺവെൻഷണൽ എൻഡോസ്കോപ്പിയിലൊക്കെ കൺവെൻഷണൽ തെറാപ്പി ഇതൊക്കെ ചെയ്യാൻ പറ്റും ബയോപ്സിക്ക്. ഒബ്സ്ക്യൂർ ഇൻഡിക്കേഷൻ GI ബ്ലീഡോ, ക്രോൺസ് ഡിസീസോ, സിലിയാക് ഡിസീസോ, സ്മോൾ ബവൽ ട്യൂമറോ. അതുപോലെ തന്നെ കൺവെൻഷണൽ എൻഡോസ്കോപ്പി പെപ്റ്റിക് അൾസറോ, അതുപോലെ തന്നെ വാരിസസോ, ഗ്യാസ്ട്രൈറ്റിസോ, കൊളോൺ ക്യാൻസർ സ്ക്രീനിങ്ങോ, സ്മോൾ ബവൽ ലീഷൻസ് ആഫ്റ്റർ ക്യാപ്സ്യൂൾ. കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പിയിൽ സ്ട്രിക്ചർ ഉണ്ടാവും, ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ കൺവെൻഷണൽ എൻഡോസ്കോപ്പിയിൽ സിവിയർ ഇൻസ്റ്റബിലിറ്റി, പെർഫറേഷൻ ഉണ്ടാവാം. എൻഡറോസ്കോപ്പിയിൽ സ്ട്രിക്ചേഴ്സ് ഓർ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ്.